കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഗ്രാമമായിരുന്നു ചിക്കി ഗ്രാമം. ആ ഗ്രാമത്തെ ദിനവും കൊതിയോടെ നോക്കി ഒരാൾ മറഞ്ഞു നിന്നിരുന്നു. ക്രൂരൻ എന്ന ചെന്നായ. ക്രൂരന് ആ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നായി തിന്നാനുള്ള കൊതി ഉണ്ടായിരുന്നെങ്കിലും അവർ ഒരുമിച്ച് ശവം തീനി ഉറുമ്പുകളെ പോലെ ആക്രമിച്ചെങ്കിലോ എന്നവൻ ഭയപ്പെട്ടു. അയ്യോ അമ്മേ, കൊല്ലല്ലേ. വെറുതും സ്വപ്നമായിരുന്നു. മറ്റ് ചെന്നായ്ക്കൾ അറിയാതെ എല്ലാം ഒറ്റയ്ക്ക് തിന്നാനുള്ള അതിമോഹവും അവനുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലേ? ഞാനാണ് കുഞ്ഞിക്കോഴി. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇത്തിരി കുഞ്ഞനായതുകൊണ്ടാണ് എനിക്ക് ആ പേര് കിട്ടിയത്. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാട്ടിത്തരാം. അതെ, നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കൂ. ഇതാണ് മുട്ടകൾ കായ്ക്കുന്ന മാന്ത്രിക മരം, ഞങ്ങളുടെ അമ്മ മരം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുന്ന മുട്ടമരം. ഇതിൽ നിന്നാണ് ഒരിക്കലും കോഴിയാകാത്ത കോഴിക്കുഞ്ഞുങ്ങളുടെ ഗ്രാമം, ഞങ്ങളുടെ ചിക്കി ഗ്രാമം ഉണ്ടായത്. ഒരിക്കൽ ക്രൂരൻ ചെന്നായ വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് കാട്ടിലൂടെ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു മുഴുമുഴുത്ത ആട് ആരോ കൊന്നിട്ട് പിന്നീട് തിന്നാൻ വച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ അവന്റെ തലയിൽ ഒരു ഐഡിയ മിന്നി. ഈ ആടിനെ കൊണ്ട് രണ്ടുണ്ട് ഫലം, മാംസവും തിന്നാം, വേലയും ഒപ്പിക്കാം. ഇങ്ങനെ ചിന്തിച്ച് അവൻ ആടിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ആടിന്റെ തോലെടുത്ത് അണിഞ്ഞ് ഒരു ചെമ്മരിയാടിനെ പോലെ വേഷം മാറി നടന്നു. കോഴിക്കുഞ്ഞുങ്ങളെ, ഈ ശബ്ദം ശരിയാവില്ല. കോഴിക്കുഞ്ഞുങ്ങളെ, ഈ ശബ്ദം മതി, ഈ ശബ്ദം മതി. അവൻ അങ്ങനെ തിരഞ്ഞു നടന്നപ്പോൾ അവൻ ഒരു അവസരം വന്നു കിട്ടി. ലുഡോക്കു എന്ന കോഴിക്കുഞ്ഞ് അവന്റെ മുന്നിലേക്ക് വന്നു. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ കോഴിക്കുഞ്ഞാണ് നീ. നിന്നെ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഇത്രയും സുന്ദരനായ നിനക്ക് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി ഞാൻ കാട്ടിത്തരാം. ഈ രണ്ട് പാറകൾക്കിടയിലൂടെ ഗ്രാമത്തിന് പുറത്തേക്ക് നടന്നാൽ സ്വർഗത്തിലെത്താം. ഹായ് ഹായ് ഹായ്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കൊതിയായി. ഞാൻ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞിട്ട് വരാമേ. ഏയ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ. പാറയ്ക്കപ്പുറം മറഞ്ഞിരുന്ന ചെന്നായ ഓരോ ദിവസവും ഓരോ കോഴിക്കുഞ്ഞുങ്ങളെയായി അകത്താക്കി. കേറി വാടാ കുട്ട, എന്റെ സ്വർഗത്തിലേക്ക് സ്വാഗതം. കോഴിക്കുഞ്ഞന്റെ ശരീരം ചെറുതായിരുന്നെങ്കിലും അവന്റെ മണം പിടിക്കാനുള്ള കഴിവ് വളരെ വലുതായിരുന്നു. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ അടുത്തു വന്നപ്പോഴേ അവൻ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു, ഇവൻ വേഷം മാറി വന്ന ചെന്നായയാണ്. പക്ഷേ അവർ അവനെ കളിയാക്കി. ഇവന്റെ തല ചെറുതല്ലേ, തലച്ചോറും ചെറുതായിരിക്കും. പോടാ ചെക്ക, നീ സ്വർഗത്തിൽ പോണ്ട. അല്ലെങ്കിൽ തന്നെ നീ അവിടെ തീർച്ചയായും ഒരു അഭംഗിയായിരിക്കും. നീ ഞങ്ങളുടെ സഹോദരനും സുഹൃത്തുമാണെന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അപമാനമാണ്. എങ്ങനെയെങ്കിലും തന്റെ സഹോദരങ്ങളെ രക്ഷിക്കണം. അടുത്ത ദിവസം അവൻ പാറപ്പുറത്ത് മറഞ്ഞിരുന്ന് ചെന്നായയുടെ പുറത്ത് പറന്നു കയറി. ഇത്തിരി കുഞ്ഞനായതുകൊണ്ട് അവൻ പുറത്തു കയറിയതൊന്നും ചെന്നായ അറിഞ്ഞതേയില്ല. അവിടെ ഇരുന്ന് കുഞ്ഞിക്കോഴി പറഞ്ഞു, വത്സ, ഞാനാണ് ദൈവം. നീ ചെയ്യുന്ന ചതിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആരാ അത്? ആരാ? ഞാൻ നിരീശ്വരവാദിയാണ്. എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. നീ നിരീശ്വരവാദിയാണോ വർഗീയവാദിയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ വത്സ. ഇത്രയുമൊക്കെ ചെയ്യുന്ന നിനക്ക് ഈ പാറക്കെട്ടിലൂടെ മുന്നോട്ടോടാമോ? പിന്നെ എനിക്കതിനൊന്നും വയ്യ. പേടിയാണല്ലേ? പേടിയോ? എനിക്കോ? നല്ല കാര്യം തന്നെ. ദാ കണ്ടോ. ഓട്ടം തുടങ്ങിയതും കയ്യിൽ കരുതിയിരുന്ന മുളക് കുഞ്ഞിക്കോഴി ചെന്നായയുടെ കണ്ണിൽ പുരട്ടി. അയ്യോ!
കുഞ്ഞിക്കോഴി പറന്ന് രക്ഷപ്പെട്ടു. കണ്ണ് കാണാത്ത ചെന്നായ പാറക്കുഴിയിലേക്ക് വീണു. ദൈവമേ, രക്ഷിക്കണേ. കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞിക്കോഴിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തു.